ഹലോ! ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഷ് ബേസിൻ ഏരിയ മേക്ക് ഓവറാണ് കേട്ടോ. ഒരു കുട്ടി മേക്ക് ഓവറാണ്. പെയിൻ്റ് അടിച്ച ഭാഗം അത്യാവശ്യം നന്നായി മുഷിഞ്ഞ് കിടക്കുകയാണ്. സോ വൃത്തിയോടെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത 3D ബ്രിക്ക് വാൾപേപ്പറാണ് കേട്ടോ ഈ ഐറ്റം. സംഭവം അത്യാവശ്യം നല്ല വലുതാണ്. ബാക്കിലെ ഷീറ്റ് കളഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോളിൽ ഒട്ടിക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്വന്തമായി കുറേ ആങ്ങളമാരുള്ളതുകൊണ്ട് എനിക്ക് പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. ജസ്റ്റ് പറഞ്ഞപ്പോഴേക്കും നമുക്ക് ചെയ്യാൻ ചേച്ചി എന്നും പറഞ്ഞ് വന്ന് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവനാണ് കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ളത്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിൻ്റെ 200% കൊടുക്കാനായിട്ട് ആൾ നോക്കും. ആത്മാർത്ഥത കുറച്ചുകൂടി പോയ കാരണം നമ്മുടെ വാഷ് ബേസിൻ്റെ പൈപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരുന്നു. അത് നമ്മൾ അപ്പം തന്നെ ശരിയാക്കുകയും ചെയ്തു കേട്ടോ. രാത്രി 10-10:30 സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ വേഗം പോയി കട അടയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും സാധനം വാങ്ങിച്ച കാരണം നമുക്ക് ഐറ്റം കിട്ടി. നമ്മൾ ആ രാത്രി തന്നെ പോയി വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സൺഡേ ആണ്. സോ കട തുറക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് വന്ന് ഫിറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നന്ദൂട്ടൻ അവൻ്റെ മാമനെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവന്മാർ ഇവിടെ കിടന്ന് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അളവെടുത്തുകൊണ്ട് പോയി ഷീറ്റ് കട്ട് ചെയ്യും, എന്നിട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കുന്ന സമയത്ത് അളവ് തെറ്റായിരിക്കും. അതും പറഞ്ഞ് കളിയാക്കിയപ്പോൾ തിരിച്ചുള്ള കളിയാക്കലാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കേട്ടോളൂ എന്താണെന്നുള്ളത്. മണിയുടെ ഐശ്വര്യയുടെയും കഠിന പ്രയത്നത്താൽ ഇവർക്ക് ഇനി വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റില്ല. മെഷീനില്ല, വാഷിംഗ് മെഷീനില്ല, വാഷ് ബേസിൻ ഡയലോഗ് അടിക്കും. അതൊക്കെ നനഞ്ഞു പറഞ്ഞു തരുന്നു ഞങ്ങൾക്ക് രാത്രി അലാറം വെച്ചിട്ട് പറഞ്ഞു. കേട്ടല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ടൈം പോയത് അറിഞ്ഞില്ല. രാത്രി ഒരു 11-11:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നന്ദൂട്ടൻ ഇപ്പോഴും അവൻ്റെ ചിറ്റയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കാൻ ആളെ കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവസാനം കിടന്നും ഇരുന്നും നിരങ്ങിയും ഒക്കെ ഞങ്ങൾ അത്യാവശ്യം വൃത്തികേടൊക്കെ മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതാണ് ടപ്പൂസ്. അവനാണ് വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെട്ടെന്നൊരു മേക്ക് ഓവർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഐറ്റം വാങ്ങിച്ചോളൂ. ഞാൻ ലിങ്ക് ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഒത്തിരി റേറ്റ് ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.